السلام عليكم ورحمة الله وبركاته بسم الله الحمد لله اللهم صل على سيدنا മുഹമ്മദ് وعلى آل سيدنا മുഹമ്മദ് ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ ഫളലു ഇന്തിളാരിസ് സലാത്തി നിസ്കാരത്തെ കാത്തിരിക്കുക, നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുക എന്നതിന്റെ ശ്രേഷ്ഠതയാണ് ഇന്നത്തെ ഹദീസിന്റെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇന്തിളാർ എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുക, വെയിറ്റ് ചെയ്യുക, നിസ്കാരത്തെ വെയിറ്റ് ചെയ്യുക. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ യസാലു അഹദുക്കും ഫീ സ്വലാത്തിൻ മാദാമത്തിസ് സ്വലാത്തു തഹ്ബിസുഹു. നിങ്ങളിൽ ഒരാള് നിസ്കാരത്തിൽ തന്നെയാണ്. മാസാല അല്ലെങ്കിൽ ലാ യസാലു എന്ന് പറഞ്ഞ അറബിയുടെ പ്രയോഗമാണ്. അതിൽ തന്നെ എങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. ലാ യസാലു അഹദുക്കും ഫീ സ്വലാത്തിൻ, ഒരാൾ നിസ്കാരത്തിലുള്ള അവസ്ഥയിൽ തന്നെയാണ്. എപ്പോ? മാദാമത്തിസ് സ്വലാത്തു തഹ്ബിസുഹു, നിസ്കാരം അവനെ തടഞ്ഞു വെക്കുന്ന കാലത്തോളം. ലാ യംനഉഹു അൻ യൻഖലിബ ഇലാ അഹ്ലിഹി ഇല്ല സ്വലാത്തു, അവിടുന്ന് പോകുന്നത് കുടുംബത്തിലേക്ക് പോകാൻ അയാളെ തടയുന്നില്ല. ഇല്ല സ്വലാത്തു, നിസ്കാരമല്ലാതെ. അപ്പൊ നിസ്കാരത്തിന് വേണ്ടിയിട്ടാണ് ഒരാൾ അവിടെ നിൽക്കുന്നത്, വെയിറ്റ് ചെയ്യണത്. അപ്പൊ ഒരു നിസ്കാരം കഴിഞ്ഞ് ഇന്തിളാറു സ്വലാത്തി ബഅദ സ്വലാത്തി എന്ന് പറയുന്നുണ്ട്. ഫദാലികുമുർ റുബാത്തു എന്ന് മുമ്പ് കഴിഞ്ഞു പോയ ഹദീസിലുണ്ട്. ഒരു നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുക. അല്ലെങ്കിൽ ബാങ്ക് കൊടുത്ത ഉടനെ വന്നിട്ട് ഒരു 15 മിനിറ്റ് ഉണ്ട്, 20 മിനിറ്റ് ഉണ്ട്, 25 മിനിറ്റ് ഉണ്ട് ജമാഅത്തിന്, അതിന് വെയിറ്റ് ചെയ്യാം. അപ്പൊ ചില ആൾക്കാര് സാധാരണ മനുഷ്യന്റെ ഒരു സ്വഭാവത്തിൽപ്പെട്ടതാണ്, ബാങ്ക് കൊടുക്കാൻ തുറക്കാൻ നേരത്ത് പോവാം, അല്ലെങ്കിൽ നിസ്കാരം തുടങ്ങിയിട്ടുണ്ടാവില്ല. നമ്മളൊക്കെ ഒരു തരത്തിലുള്ള ഒരു ചിന്ത മനുഷ്യന്റെ മനസ്സിലുണ്ടാവും. ഇപ്പൊ ഇവിടുന്ന് മഗ്രിബ് ബാങ്ക് കൊടുത്താൽ ചിലപ്പോൾ ഞാൻ അവിടെ ചിലയിടത്ത് ഒരു നിസ്കാരം അല്ലെങ്കിൽ വെയിറ്റിംഗ് ഉണ്ടാവും. അപ്പൊ അപ്പുറത്ത് പോയിട്ട് നിസ്കരിക്കാം, അപ്പുറത്ത് പോയിട്ട് ഇറങ്ങാം. അപ്പൊ ഇങ്ങനെ നമ്മൾ പരമാവധി നിസ്കാരം തുടങ്ങുന്ന സമയം തുടങ്ങിയാ പോവാ എന്നൊക്കെ വിചാരിച്ച്, അല്ലെങ്കിൽ ഇഖാമത്തെടുത്തിട്ട് പോവാ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ പിന്തി നിൽക്കും. അപ്പോ ദീനിന്റെ കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രേരിപ്പിക്കുന്നത് ബാങ്കിനെ ശുദ്ധിയോടെ കാത്തുക്കുക, ബാങ്ക് കൊടുക്കുന്നത് കേൾക്കുക, എന്നിട്ട് നിസ്കാരത്തെ വെയിറ്റ് ചെയ്യാം. പലപ്പോഴും ജമാഅത്ത് നഷ്ടപ്പെടാൻ തന്നെ കാരണമാക്കുന്നത് ഈ ഒരു വെയിറ്റിംഗ് ആണ്. ഈ ഒരു കൊടുത്തിട്ട് പോവാ എന്നുള്ള തോന്നലുകളിൽ നിന്നാണ്. അപ്പൊ എന്നാൽ നേരത്തെ പോകാനുള്ള പ്രേരണകൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഒരാൾ നിസ്കാരത്തെ വെയിറ്റ് ചെയ്യണം, 5 മിനിറ്റ് ഉണ്ട്, 10 മിനിറ്റ് ഉണ്ട്, കഴിഞ്ഞ് പുറത്തെ കുറെ സമയം ഇരിക്കണല്ലോ. അങ്ങനെയല്ല, നിസ്കാരത്തിലുള്ള അതേ അവസ്ഥ പോലെയാണ്. ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് സഹോദരിമാരാണെങ്കിലും ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളൊക്കെ ആണെങ്കിലും നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തെ വെയിറ്റ് ചെയ്യാം. അപ്പോ അത് നിസ്കാരത്തിലുള്ള അതേ അവസ്ഥയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വഅൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസ്, നബി തങ്ങൾ പറയുന്നു, അൽ മലായികത്തു, മലക്കുകൾ, തുസല്ലി അലാ അഹദിക്കും, നിങ്ങളുടെ ഓരോരുത്തരുടെ മേലും, നിങ്ങളിൽ ഒരാളുടെ മേൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നന്മകൾ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി തേടിക്കൊണ്ടിരിക്കും. മാദാമ ഫി മുസല്ലാഹു, അയാളുടെ നിസ്കാര സ്ഥലത്ത് ആകുന്ന കാലത്തോളം. അല്ലദീ സല്ലാ ഫീഹി, അയാൾ നിസ്കരിച്ച അതേ സ്ഥലത്ത് ഇരിക്കുന്ന കാലത്തോളം. മാലം യുഹദിസ്, അയാളുടെ ഒളു മുറിഞ്ഞിട്ടില്ലെങ്കിൽ. തഖൂലു, മലായികത്തുകൾ പറയും, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ റഹംഹു എന്ന് പറയും. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ റഹംഹു, അല്ലാഹുവേ ഈ മനുഷ്യന് പുറത്തു കൊടുക്കണേ, അല്ലാഹുവേ ഈ മനുഷ്യന് റഹ്മത്ത് ചെയ്യണേ എന്ന് മലക്കുകൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അയാളുടെ മുസല്ലയിൽ, നിസ്കരിക്കാൻ കാത്തിരിക്കുന്ന സ്ഥലത്ത്, പള്ളിയിൽ നിന്ന് മാത്രമല്ല ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്. അപ്പൊ മുസല്ലയിൽ ബാങ്ക് കൊടുത്ത് അല്ലെങ്കിൽ കുറച്ചു നേരം അല്ലെങ്കിൽ എല്ലാവരെയും ജമാഅത്തിന് വെയിറ്റ് ചെയ്യാം. വീടുകളിലൊക്കെ സഹോദരിമാർക്കൊക്കെ ഈ ഒരു ജമാഅത്തായിട്ട് നിസ്കാരം ഇൻഷാ അല്ലാഹ് അതിന്റെ ശ്രേഷ്ഠത പറയും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരാൾ നിസ്കരിക്കുമ്പോൾ വെയിറ്റ് ചെയ്യുക, സുന്നത്ത് നിസ്കരിച്ചിട്ട് കാത്തു നിൽക്കുക. എല്ലാവരും ഒന്നെടുത്ത് വരുന്നവരെ സുന്നത്ത് നിസ്കരിച്ച് സമയമുണ്ടെങ്കിൽ പരമാവധി അങ്ങനെ ചെയ്യാം. വന്ന ആൾക്കാർക്ക് വേണ്ട നിസ്കരിക്കേണ്ടത്. 4-5 ആൾക്കാർ പള്ളിയിൽ കയറി നിസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിൽ വന്ന ആൾക്കാർ ആദ്യം വന്നാൽ വേഗം നിസ്കാരം തുടങ്ങും. സമയത്തിന്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒക്കെ, ഇല്ലെങ്കിൽ എല്ലാവരും ഒന്നിച്ചു പോകേണ്ടവരാണ്. അപ്പൊ ആദ്യം വന്നൊരു വേഗം തുടങ്ങണ്ട, എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്ത്. നമ്മളെവിടെയെങ്കിലും യാത്രയിലാണ് അല്ലെങ്കിൽ ടൂറിലാണ്, ഏതെങ്കിലും ഉംറയിലോ ഹജ്ജിലോ അല്ലെങ്കിൽ യാത്രയിലോ ഒക്കെ ആണെങ്കിൽ, ഇപ്പൊ നമ്മൾ യാത്ര പോകുമ്പോൾ ഒരു സംഘം ഇറങ്ങിയിട്ടുണ്ട്, ഒരു ബസ്സിൽ നിന്ന് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്, ആദ്യം വന്ന ആൾക്കാർ വേഗം നിസ്കരിക്കും. ചില ആൾക്കാർക്ക് ഭയങ്കര തിരക്കാണ്. അപ്പൊ അവര് വന്നിട്ട് ഒന്ന് നിസ്കരിച്ച് ഒന്ന് വുളു എടുത്ത് സുന്നത്ത് നിസ്കരിച്ച് അവിടെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരൊക്കെ വന്നാൽ എല്ലാവരും കൂടി ഒന്നിച്ചേ പോകുള്ളൂ. അപ്പൊ എല്ലാവർക്കും ജമാഅത്തിന്റെ കൂലി കിട്ടും. എല്ലാവരും ആദ്യത്തെ ആൾക്ക് നഷ്ടമല്ല. കാരണം അയാൾ നിസ്കാരത്തിന് വെയിറ്റ് ചെയ്യുന്നത്, ഇന്തിളാറു സ്വലാത്തി, നിസ്കാരത്തെ കാത്തിരിക്കുന്നത്. നിസ്കാരമില്ലാത്ത വേറൊന്നും അയാൾ അവിടെ തടയണില്ലെങ്കിൽ അതിനെ കാത്തിരിക്കുന്ന അയാൾ നിസ്കാരത്തിലുള്ള പോലെയാണ്. മലക്കുകൾക്ക് വേണ്ടി ദുആ ചെയ്യും. ഇത് നമ്മൾ ഇങ്ങനെ ഒരു ചെറിയ അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടെങ്കിൽ വെറുതെയുള്ള അസ്വസ്ഥതകൾ, കുറച്ചൊരിഞ്ഞ് കാത്തിക്കണല്ലോ, വേറെ ആളെ കാത്തിക്കാതിരിക്കുക, ഇതൊക്കെയുള്ള എല്ലാവർക്കും ജമാഅത്ത് കിട്ടിക്കോട്ടെ, എല്ലാവരും വെയിറ്റ് ചെയ്യുക.
അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവണം. അതിനുള്ള ഒരു പ്രേരണ കൂടിയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഒന്നിച്ച് ചെല്ലുമ്പോൾ കുറച്ചു നേരം ബാക്കിയുള്ള ആളുകളെ കൂടി കാത്തു നിൽക്കാം. നിസ്കാരത്തിൽ അല്ലെങ്കിൽ മഹല്ലയിൽ, മസ്ജിദിൽ, പള്ളിയിൽ സമയം നിസ്കാരത്തിന് നിശ്ചയിക്കപ്പെട്ട സമയമായിട്ട് പിന്നെയും വെയിറ്റ് ചെയ്യാന്നല്ല ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ള ആ സമയത്തല്ലാതെ ജമാഅത്തിന് ഒന്നിച്ചൊരു ടീം പോകുമ്പോൾ ആദ്യം വന്ന ആൾക്കാർ വേഗം നിസ്കരിക്കാതിരിക്കാം. ആ ആളുകൾ അവിടെ വെയിറ്റ് ചെയ്താൽ ബാക്കിയുള്ള ആൾക്കാർക്ക് ജമാഅത്ത് കിട്ടുമെന്ന് മാത്രമല്ല, ഇയാൾക്ക് നിസ്കാരത്തിലുള്ള അതേ പ്രതിഫലം വെയിറ്റ് ചെയ്യുമ്പോൾ കിട്ടുകയും ചെയ്യും എന്നുകൂടിയാണ് ഈ ഹദീസ് നമ്മൾ പഠിപ്പിക്കുന്നത്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഖറ ലൈലത്തൻ സ്വലാത്തൽ ഇശാഇ, ഒരു ദിവസം ഒരു രാത്രിയിൽ നബി ഇശാ നിസ്കാരം അങ്ങ് പിന്തിച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് ഇലാ ശത്രിൽ ലൈലി, രാത്രി പകുതിയാകുന്നവരെ നിസ്കരിച്ചില്ല, പകുതിയിലേക്ക് പിന്തിച്ചു. സുമ്മ അഖ്ബല അലൈനാ ബിവജ്ഹിഹി, പിന്നെ നബി ഇങ്ങനെ നേരിട്ട് വന്നു. ബഅദമാ സല്ല, നിസ്കരിച്ചതിന് ശേഷം ഞങ്ങളുടെ ഇടയിൽ, അപ്പോൾ ശത്രുലയിൽ നബി നിസ്കരിച്ചിട്ട് ഞങ്ങളെ നേർക്ക് മുന്നിട്ട് വന്നു, ഞങ്ങളെ ഫേസ് ചെയ്തു, ഞങ്ങളെ അഡ്രസ് ചെയ്തു എന്നർത്ഥം. ഫഖാല, എന്നിട്ട് നബി പറഞ്ഞു, സല്ലന്നാസു, ജനങ്ങൾ നിസ്കരിച്ചു, വറഖദു, പിന്നെ അവർ ഉറങ്ങി, വലം തസാലു ഫി സലാത്തിൻ, അവരൊക്കെ നിസ്കാരത്തിൽ തന്നെയായിരുന്നു, മുൻദു തളർതുമൂഹ, നിങ്ങൾ ആ നിസ്കാരത്തെ എക്സ്പെക്ട് ചെയ്യുന്ന കാലത്തോളം. ഇപ്പൊ ഇവിടെ നമ്മൾ മഗ്രിബ് നിസ്കരിച്ചിട്ട് കുറെ നേരം ഇവിടെ പലരും ഇരുന്നു, ചില ആൾക്കാരൊക്കെ ഉറങ്ങി, അങ്ങനെയൊക്കെ ചെയ്തിട്ട് അവർ വെയിറ്റ് ചെയ്യായിരുന്നു. എന്നാൽ അവരൊക്കെ നിസ്കാരത്തിലുള്ള അവസ്ഥയിലായിരുന്നു. നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് മനുഷ്യൻ ഏറ്റവും അടുക്കുന്ന ഒരു സമയമാണല്ലോ, അള്ളാഹുവിലേക്കുള്ള ഒരു യാത്രയാണ്. മേറാജുൽ മുഅ്മിൻ, മുഅ്മിനിന്റെ മേറാജാണ്. ഇപ്പൊ നിസ്കാരത്തിലുള്ള അതേ അവസ്ഥയാണ് ഒരാൾ നിസ്കാരത്തെ വെയിറ്റ് ചെയ്യുമ്പോൾ, പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഉണ്ടത്. അപ്പൊ പരമാവധി അതുകൊണ്ടാണ് വരുന്ന ആളുകൾ സഫായിട്ടിരിക്കുക, വിശുദ്ധമായ ഖുർആൻ പാരായണത്തിലോ ദിക്റിലോ തസ്ബീഹിലോ മുഴുകിയിരിക്കുക, ഇഖാമത്ത് കൊടുക്കുന്നവരെ അങ്ങനെ നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുക. സഹോദരിമാരും അങ്ങനെ തന്നെ ആ ഒരു ഉദ്ദേശത്തോടു കൂടി ഇരിക്കുക. ഇത് ചില ആൾക്കാരുണ്ട്, ഈ ളുഹറിന്റെ നിസ്കാരം എല്ലാ പണികളും കഴിഞ്ഞിട്ട് അസർ ബാങ്ക് കൊടുക്കണതിന്റെ 2 മിനിറ്റ് മുമ്പ് 3 മിനിറ്റ് മുമ്പ് നിസ്കരിച്ച് അതേ നിസ്കാര കുപ്പായ തന്നെ അസർ നിസ്കരിക്കുന്ന ഒരു രീതി പലപ്പോഴും ഉണ്ട്. അങ്ങനത്തെ ഒരു കാര്യത്തെ കുറിച്ച് പ്രോത്സാഹിപ്പിക്കാനുള്ള നേരെ മറിച്ച് ളുഹർ നിസ്കരിച്ചു, ഇശാ വരെ കാത്തിരുന്നു, അസർ വരെ കാത്തിരുന്നു, മഗ്രിബ് നിസ്കരിച്ചു. മുമ്പത്തെ ഉമ്മമാരുടെ ഒക്കെ ഒരു രീതി അതായിരുന്നു, മഗ്രിബ് നിസ്കരിക്കും, മഗ്രിബ് നിസ്കരിച്ചു കഴിഞ്ഞ് ഇശാ വരെ ദിക്റിലും തസ്ബീഹിലും ഇശാ ബാങ്ക് കൊടുത്ത ഉടനെ ഇശാ നിസ്കരിച്ചിട്ട് അവർ എണീറ്റ് പോരും. അപ്പൊ ആ ഒരു സമയത്തെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തും. ഇന്നത്തെ സമയം ഇപ്പം ഇശാന്റെ ഇടയിൽ തന്നെ ഒരുപാട് 2-3 സീരിയലുകളുടെ സമയം കഴിയുന്നതുകൊണ്ട് അതിന് കാത്തിരിക്കാൻ കഴിയില്ല. അപ്പോ അള്ളാഹുവിന്റെ അടുക്കലുള്ള മനുഷ്യന്റെ മഹത്വം, ഉന്നതി, ഔന്നത്യം സമയങ്ങളെയും സന്ദർഭങ്ങളെയും ഉപയോഗപ്പെടുത്തുകയും അതിനെ അള്ളാഹുവിന് വേണ്ടി വിനിയോഗിക്കുകയും കാത്തിരിക്കുകയും ഒക്കെ ചെയ്യാവുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മൾ അങ്ങനത്തെ ഒരു പ്രവണത, നമ്മൾ വേഗം വരിക, വേഗം അവിടെ ഇവിടെ വർത്താനം പറഞ്ഞിരിക്കാണ്ട് നമ്മൾ ഒന്നിച്ചിറങ്ങും, ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ വേഗം ഉളു എടുത്ത് വേഗം നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുക. കാരണം അതിന് ചെയ്യണമെന്ന് മാത്രമല്ല, അവൻ നിസ്കാരത്തിലുള്ള പോലെയാണെന്ന് പറഞ്ഞാൽ അതേ നിസ്കാരത്തിൽ പോകുന്ന ഒരാൾക്ക് അതേ അദബും ബഹുമാനവും ഒക്കെയാണ്. അങ്ങനെ പോയി എല്ലാം ചെയ്യുക എന്നുള്ളതല്ല, ആ അദബോടെയും ബഹുമാനത്തോടെയുമാണ് നിസ്കാരത്തെ കാത്തിരിക്കേണ്ടത്. അള്ളാഹു അങ്ങനെ ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.